ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസിയായ കർണാടക സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ട്രഡീഷണൽ ദൊണ്ണ ബിരിയാണി, കർണാടകയുടെ ഫേമസ് ബിരിയാണി ദൊണ്ണ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ദൊണ്ണ ബിരിയാണിക്ക് അധികമൊന്നും ഐറ്റംസ് ഒന്നും വേണ്ട. ഉള്ളി, വലിയ ഉള്ളി ഒരു 2-3 സ്ലൈസായിട്ട് ചെറുതായിട്ട് കുനുകുനീന്ന് അരിയുന്നതാണ് നല്ലത്, പെട്ടെന്നാവാലോ. പിന്നെ ഏതൊരു ബിരിയാണിക്കും ആവശ്യമുള്ള പച്ചിലകൾ, കൊറിയാണ്ടർ ലീഫും പുതിനയും മസ്റ്റാണ് കേട്ടോ. അത് രണ്ടും വേണം. പച്ചമുളകും, അതാണല്ലോ ഇതിൻ്റെ മെയിൻ കളർ കൂട്ടുന്ന ഐറ്റം എന്ന് വെച്ചാൽ പച്ചമുളകും പുതിനയും മല്ലിയിലയും കൂടെ ഒരുമിച്ചിട്ട് മിക്സി ജാറിലിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ എന്ന് പറയുന്നത് പട്ട, കാലാമ്പൂ, ഏലക്കായി, ബിരിയാണി ലീഫ്, അതും കൂടെ മതി. അപ്പോൾ നമുക്ക് പച്ചമുളക്, മല്ലിയില, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. വെള്ളം ആദ്യം ആവശ്യം വരില്ല, പിന്നെ ഒരു പൊടിക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ അളവിൽ ഡബിൾ നമുക്ക് വെള്ളം ഒഴിക്കണം. എന്നാൽ പരിപാടി തുടങ്ങാം. ഒരു കുക്കറിൽ അത്യാവശ്യം ഗീ ഒഴിക്കണം. ഗീയിലാണ് പരിപാടി നമ്മൾ. പിന്നെ ഓയിൽ ഒഴിക്കുന്നവരാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കുക കേട്ടോ, മറ്റേതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് നമ്മളതിലേക്ക് നമ്മുടെ ഈ മസാല കൂട്ടുകളെല്ലാം എടുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ചൂടാകുന്നത് കണ്ടാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി വാടി വരുന്നു എന്ന് കാണുമ്പം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിൻ്റെ ഒരു മണം മാറാനായിട്ടൊന്ന് ഇളക്കുന്നു. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, മല്ലിയില, പുതിന എന്നിവ കൂടി ഇതിൽ ചേർക്കുന്നു. ഞാനിത് വെള്ളം ചേർക്കാതെ അരച്ചിരിക്കുന്നതാണ്. വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതിനാണ് നല്ലത്. വേണമെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് തൂവി കൊടുക്കാം അരയ്ക്കുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, ഇതൊരു വെറൈറ്റി കേട്ടോ. ഈ ബിരിയാണിക്ക് മാത്രമാണ് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുക. ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ബാക്കി ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുന്നു. ഇത്രയേ ഉള്ളൂ മസാലകൾ. അപ്പോൾ നമ്മുടെ ദൊണ്ണ ബിരിയാണിയുടെ മസാലക്കൂട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നല്ല ചിക്കൻ പീസുകളും കൂടെ അതിലൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാവുന്നെന്ന് തോന്നുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അരിയെടുത്തതിൻ്റെ ഡബിളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടെ മല്ലി, പുതിന ഇല അതിലേക്ക് ഇങ്ങനെ വാരിയിട്ടതിന് ശേഷം ഒരു നാരങ്ങയുടെ പീസ്, ഒരു ഫുള്ള് നാരങ്ങ ഇരുന്നോട്ടെ, അതിൻ്റെ നീരങ്ങോട്ട് ഒഴിക്കുക. ഇനിയിപ്പോൾ മസാലകളെല്ലാം പാടെ മിക്സാവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി, അതായത് നമുക്ക് ജീര റൈസ് അങ്ങനത്തെ ഏതെങ്കിലും നമ്മുടെ ബിരിയാണി അരി, കുഞ്ഞരിയാണ് നല്ലത്, ആ അരിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ മൂടി വയ്ക്കുക. ഒരൊറ്റ വിസിൽ വന്നാൽ മതി. സംഭവം വന്നിട്ടുണ്ടാവും. ഒരൊറ്റ വിസിൽ വന്ന് നന്നായി ഒന്ന് മൂടി വയ്ക്കുക. മൂടി തുറന്ന ശേഷം അവസാനത്തെ പൊടിക്കൈയായ കുറച്ച് ഗീ കൂടെ ഒഴിച്ചിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കണം. നമ്മുടെ ട്രഡീഷണൽ കർണാടക സ്റ്റൈലിൽ ദൊണ്ണ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ പറയുന്നത് വരെയല്ല, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഇതുവരെ കഴിച്ച ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നല്ല ടേസ്റ്റിയായ ബിരിയാണിയാണ്. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, അച്ചാർ വേണ്ടവർ അച്ചാർ കഴിക്കാം, പക്ഷെ ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ആ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനും മറക്കരുതേ. താങ്ക്